കെ ബാലൻ നടത്തിയിട്ടുള്ള വിഷലിപ്തമായ ഒരു സ്റ്റേറ്റ്മെന്റ് കേരളത്തിലെ CPM പ്രവർത്തകന്മാരെ, പ്രത്യേകിച്ച് CPMന്റെ സൈബർ പോരാളികളെ 2-3 ദിവസമായിട്ട് അകപ്പെടുത്തിയിരിക്കുന്നത് വലിയ പ്രതിസന്ധിയിലാണ്. അവർക്ക് ആളുകളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനുള്ള നമ്പറുകൾ തിരഞ്ഞെടുക്കുന്നതിനിടയിലാണ്. അതിന് ഒരു മറുമരുന്ന് എന്നുള്ള നിലക്ക് ഞാൻ നടത്തി എന്ന് പറയുന്ന ഒരു തെറ്റായ പ്രചാരണം, പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിനെതിരായി ഞാൻ അവർ തല്ലുകൊള്ളികളാണ് അല്ലെങ്കിൽ അവർ മോശക്കാരാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈഴവ സമുദായത്തെ സംബന്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട നിരവധി പ്രസംഗങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട്. ഒരിക്കലും അവരെക്കുറിച്ച് ഞാൻ ഡയറക്റ്റായിട്ട് അവരെ അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ ആസൂത്രിതമായി CPMന്റെ സൈബർ വിങ്ങുകൾ പ്രചരിപ്പിക്കാൻ തുടങ്ങിയിട്ട് 1-2 ദിവസമായി. ഞാൻ ഇന്ന് അവർക്കെതിരെ സൈബർ വിങ്ങിൽ പരാതി കൊടുത്തു. അത് തികച്ചും തെറ്റായിട്ടുള്ള വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ടുള്ള CPMന്റെ ഒരു ശ്രമമാണ്, അല്ലെങ്കിൽ ഈ ആളുകളുടെ ശ്രമമാണ് എന്ന് പറഞ്ഞ് കൃത്യമായ കിട്ടിയിടത്തോളമുള്ള ഐഡിയകളൊക്കെ കൊടുത്തിട്ട് സൈബർ സെല്ലിൽ പരാതി കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈഴവ സമുദായം എന്നല്ല, എന്നെ വർഗീയവൽക്കവാദിയാക്കുക എന്ന് പറയുന്നത് ഒരു ആസൂത്രിതമായ ഇടതുപക്ഷ ശ്രമമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, വളരെ കൃത്യമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ ഒരു പൊതുമണ്ഡലത്തിൽ ഞാൻ എടുത്ത നിലപാടുകൾ ഈ രാജ്യത്തെ ജനങ്ങൾക്കൊക്കെ അറിയാം. അത് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം പോലും ആ നിലപാടുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിലപാടുകൾ പറഞ്ഞിട്ട് തന്നെയാണ് ജയിച്ചത്. എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. അങ്ങനെയുള്ള ഒരാൾ എന്നുള്ള നിലക്ക് എന്നെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്, ഒരു വർഗീയവാദിയാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ CPMന് സംഭവിച്ചിട്ടുള്ള ബാലന്റെ സ്റ്റേറ്റ്മെന്റ് അടക്കമുള്ള സ്റ്റേറ്റ്മെന്റുകൾ കൊണ്ട് വന്നിട്ടുള്ള അവരുടെ ക്ഷീണത്തെ മറികടക്കാൻ എന്റെ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാം, തെറ്റായ നിലക്ക് ഉപയോഗിക്കാം എന്ന് അവർ കരുതുന്നുണ്ടെങ്കിൽ നിയമ നടപടിക്ക് പോകുക എന്നുള്ളതാണ് എൻ്റെ ഒരു ബാധ്യത. അതാണ് ഞാൻ നിർവഹിച്ചത്. വളരെ കൃത്യമായിട്ട് ഇന്ന് വരെ ഏതെങ്കിലും ഒരു മതത്തിനെതിരെ, ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെതിരെ, ഏതെങ്കിലും ഒരു ജാതീയമായ, വേണമെങ്കിൽ പറയാം മുസ്ലിം സമുദായത്തിനകത്ത് അത്തരം സ്റ്റേറ്റ്മെന്റുകൾ ഞാൻ നടത്തിയിട്ടുണ്ടെന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ, സമുദായത്തിനകത്ത് അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രവണതയുണ്ടെങ്കിൽ എതിർക്കേണ്ടതും സംസാരിക്കേണ്ടത് ഞാനാണ്, അല്ലെങ്കിൽ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ഞാനാണെന്ന ബോധ്യത്തോടെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. മറ്റൊരു മതത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഒരു വാക്കുകൊണ്ട്, ഒരു വരി എങ്കിലും എൻ്റെ പൊതുജീവിതത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയാൽ പരസ്യമായിട്ട് മാപ്പ് പറയാനും തിരുത്തി പറയാനും ഞാൻ തയ്യാറാണ്. ഞാൻ ഇന്നുവരെ അങ്ങനെ ഒരു വാക്ക് ഒരു സമുദായത്തിനെതിരെയും പ്രയോഗിച്ചിട്ടില്ല. ഇപ്പോൾ ഇടതുപക്ഷ സൈബർ വിങ്ങുകൾ പ്രചരിപ്പിക്കുന്ന, RSS സൈബർ വിങ്ങുകൾ പ്രചരിപ്പിക്കുന്ന ഈ ഈഴവ സമുദായത്തെക്കുറിച്ച് പറയുന്ന പരാമർശവും എൻ്റെ പ്രസംഗത്തിൽ കാണാനേ കഴിയില്ല.